മക്കിൻസിനെ കോട്ട് ചെയ്തിട്ടാണ് അത് എഴുതിയേക്കുന്നത്. അതിൽ രാജീവ് ഗാന്ധിയുടെ പേരിൽ 250 കോടി രൂപ സ്വിസ് ബാങ്ക്, അതിന് തുല്യമായിട്ടുള്ള വിദേശ നാണ്യം സ്വിസ് ബാങ്കിൽ ഉണ്ടെന്നുള്ളതാണ് അതിൽ ക്ലിയറായിട്ട് ഫോട്ടോയിൽ അടിയിൽ 250 കോടി. അവിടെ ഐൻസ്റ്റൈനൊക്കെ അവിടെ പ്രൊഫസറായിട്ട് 1912 മുതൽ 14 വരെ അവിടെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പുള്ളി പഠിച്ചതോടെ തന്നെയാണ്. വീട്ടിൽ വന്നിരുന്ന കാര്യമായിട്ട് താഴ്ന്ന ക്ലാസ്സുകളിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ഹോംവർക്കേ കൊടുക്കുള്ളൂ. അത് താഴ്ന്ന ക്ലാസ്സിലൊന്നുമില്ല. എല്ലാവരും നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളവിടെ പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ മിക്കവാറും എല്ലാവരും പുള്ളിയുടെ പരിചയക്കാരാണ് പലരും. ആംസ്റ്റർഡാമിൽ തന്നെ വിളിച്ചു. ഞങ്ങളിങ്ങനെ ബുർക്കിനോ ഫാസോയിലേക്ക് പോവാണ്. തിരിച്ചു വരുമ്പോൾ അത് സൂറിച്ച് വഴി ആക്കിയിട്ടില്ല. ജോർ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കൊന്ന് കാണാനുള്ള ഇതിനാണെന്ന് പറഞ്ഞു. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു 80കളിൽ. ഈ അമിതാഭ് ബച്ചൻ്റെ സഹോദരൻ അജിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. ഞാനിത് വെട്ടിയെടുത്തിട്ട് ഇത് സോണിയാജിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഈ അവിടുത്തെ ഒരു ജനപ്രതിനിധികൾ, അവിടെ ജനപ്രതിനിധികളായിട്ട് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളുണ്ട്, MLA സ്റ്റേറ്റിൻ്റെ ഉണ്ട്, MP ഉണ്ട്. അപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ കുടിവെള്ള പദ്ധതികൾ, ജപ്പാൻ കുടിവെള്ള പദ്ധതി അങ്ങനെ പറഞ്ഞ് എല്ലാ പ്രദേശത്തും കുടിവെള്ള പദ്ധതികൾ കോടികൾ മുടക്കി നടപ്പാക്കുന്നുണ്ട്. പിന്നെ ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ പരിപാടികൾ. ഇത് കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് പല ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, വാട്ടർ സപ്ലൈ പ്രോജക്റ്റുകൾ, വാട്ടർ സോഴ്സിനൊരു മന്ത്രിയുണ്ട്, കുടിവെള്ളം എല്ലാ വീട്ടിലും എത്തിച്ചു എന്നൊക്കെയാണ് പലതും പറയുന്നത്. അത് വളരെ ശുദ്ധമായ വെള്ളമാണെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ നമ്മുടെ അവസ്ഥ ഇവിടെ ഇങ്ങനെയാണെന്നുള്ളത് പത്രങ്ങളിൽ കൂടെയും അല്ലാതെ കൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ സ്വിറ്റ്സർലൻഡിലെ ഒരു വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി നമുക്കൊന്ന്, കാരണം കേരളം ഏറ്റവും അധികം പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ വളരെ മുമ്പിലാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ആരോഗ്യരംഗമാണ്. കോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഏറ്റവും ആവശ്യമാണ്, എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ. അപ്പോൾ അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയാണ്, എന്തൊക്കെയാണ് പിള്ളേർ ഈ സ്കൂളിൽ പഠിക്കുന്നത്? അതുപോലെ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം 10ഓ 12ഓ ആട്ടെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിവിടുത്തെ പോലെ നീറ്റ് എഴുതുക, IIT എൻട്രൻസ് എഴുതുക, കോച്ചിങ്ങിന് പോവുക, അങ്ങനെയൊക്കെയാണോ അവിടെ? അതോ അവരെന്താ ചെയ്യുക? ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് കോളേജിലേക്ക് പോവുകയാണോ? പിന്നെ അതോ ഈ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഓട്ടം പാച്ചിലുമൊക്കെ അവിടെയും ഉണ്ടോ? അവിടുത്തെ പേരൻസ് എങ്ങനെയാണ് ഈ പിള്ളേരുടെ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ ഇവിടെയൊക്കെ പേരൻസ് പുറകെ നിന്ന് പുഷ് ചെയ്ത് പേരൻസിനെ ഇഷ്ടമുള്ളത് ഡോക്ടറാക്കണം, എഞ്ചിനീയർ, അങ്ങനെയൊക്കെ ഉള്ള കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു വിദ്യാഭ്യാസം എന്താണ്, എങ്ങനെയാണ്, പിള്ളേരിതെങ്ങനെ കാണുന്നു, പേരൻസ് എങ്ങനെ കാണുന്നു? അതിൻ്റെ ഒരു കാര്യം, ഈ സ്വിറ്റ്സർലൻഡിനെ ഏറ്റവും അധികം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ക്രിയേറ്റിവിറ്റി വളരെ ഹൈ ആണ്, വളരെ ഇന്നേറ്റീവ്നെസ് ഉള്ള, കറപ്ഷൻ ഒട്ടുമില്ല, സിവിക് സെൻസ് വളരെ ഹൈ ആണ് അവിടെ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വളരെ വിദ്യാഭ്യാസത്തിൽ നിന്നാണല്ലോ ഇതൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ത്, കമ്പയറിങ് വിത്ത് കേരളാസ്, നമ്മളുടെ നല്ലതാണെന്ന് പറയുമ്പോൾ അതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുത്താൽ ഈ LKG ആണല്ലോ ആദ്യത്തെ കുട്ടികളുടേത്. LKG തുടങ്ങുന്നത് 4 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കാണ് LKG. അപ്പോൾ 5 അല്ലെങ്കിൽ 6 UKG, 6 വയസ്സിനും 7 വയസ്സിനും ഇടയ്ക്കായിട്ടാണ് 1ാം ക്ലാസ്. 7 വയസ്സെന്നാണ് കണക്ക്, ചിലപ്പോൾ അത് 7 വയസ്സിന് ശകലം മുമ്പും ആവാം. പ്രൈമറി സ്കൂളുകളെല്ലാം മെജോറിറ്റി ഇവിടെ ചില ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ വലിയ കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനി, അവരുടെ കുട്ടികൾ ട്രാൻസ്ഫറബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ സ്വിസ്സിൽ 4 ഭാഷകളാണ്, അതിൽ 3 പ്രധാനമായിട്ട്. ജർമ്മനാണ് ഒരു ഏകദേശം ഒരു 55-60% സംസാരിക്കുന്നത് ജർമ്മനാണ്. പിന്നെ ഫ്രഞ്ച്, ജനീവ സൈഡിലൊക്കെ, ലോസാൻ ആ സൈഡിൽ ഫ്രഞ്ച് ഉണ്ട്, അതും ഏകദേശം ഒരു 20-25% ഉണ്ടാവും. പിന്നെ ഒരു 10-15% ഇറ്റാലിയനാണ്. അതൊക്കെ ഓരോ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന ഇതാണ്, അല്ലാതെ സ്വിസ്സിന് മാത്രമായിട്ട് ഒരു ലാംഗ്വേജ് ഇല്ല.
പിന്നെ കുറച്ച് ശകലം ഒരു 1% താഴെയാണ് റൊമാനിഷ് എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. അപ്പോൾ കുട്ടികൾ UKG കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിലേക്ക് സർക്കാർ സ്കൂളുകളാണ്. ഇങ്ങനെയുള്ള ബേസിക് എഡ്യൂക്കേഷൻ എല്ലാം, ബേസിക്കല്ല, എല്ലാ ഇതും പ്രധാന സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റി, ഇവിടെ IITക്ക് തുല്യമായിട്ടുള്ള ETH എന്ന് പറയും, ETH, അതെല്ലാം സർക്കാരാണ്, ഗവൺമെൻറ് ഫണ്ടിങ് ആണ്. ഒന്നില്ലെങ്കിൽ കൺട്രോൾ അല്ലെങ്കിൽ ഫെഡറൽ ഫണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ ചേർക്കണത് ഇന്ന സ്കൂളിലാണെന്ന് പറഞ്ഞ് നമുക്ക് അറിയിപ്പ് വരും. നമ്മൾ താമസിക്കേണ്ട അടുത്ത സ്കൂളിൽ നമുക്ക് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും. നമ്മളതിനു വേണ്ടി നടക്കൊന്നും വേണ്ട, ഇതിന് പൈസയൊന്നും കൊടുക്കണ്ട. LKG അല്ലെങ്കിൽ UKG പോണതിന് നമ്മൾ പൈസ കൊടുക്കണ്ട. അത് നമ്മൾ വീടിൻ്റെ അടുത്ത്, ചെറിയ കുട്ടികളല്ലേ, വീടിൻ്റെ അടുത്ത് കിട്ടും. അതിന് ഏറ്റവും അടുത്ത സ്കൂളിൽ നമുക്ക് സ്കൂളിലും തരും. 6 വർഷമാണ് പ്രൈമറി. ഈ 6 വർഷം കഴിഞ്ഞാൽ സെക്കൻഡറി സ്കൂളിലേക്ക് പോണതിന് മുമ്പ് ചില കണ്ടോണുകളിൽ ഒരു പ്രവിശ്യകളിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് എഴുതണം, അതിൻ്റെ മാർക്ക് 12 പറ്റുള്ളൂ. അപ്പോൾ ആ ടെസ്റ്റ് എഴുതിയിട്ട് അതിൽ പാസ്സാവുന്നവരെയാണ് അവർ സെക്കൻഡറി സ്കൂളിലേക്ക് വിടുള്ളൂ. അത് പാസ്സാവാത്തവരെ റിയാൽ എന്ന് പറയും. റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ എലിജിബിൾ ഫോർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനോ കോളേജ് എഡ്യൂക്കേഷനിലൊക്കെ നമ്മുടെ SLC ബുക്കിൽ അടിച്ചു വരുന്ന പോലെ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലസ് ടു അല്ല, അവിടെ +4 ആണ്. കൻറ്റോൺ ഷൂളി എന്ന് പറയും, 4 വർഷവും. അപ്പോൾ സെക്കൻഡറി സ്കൂൾ 3 വർഷവും. ഇവിടുത്തെ പോലെ 10ാം ക്ലാസ് ഇല്ല, 3 വർഷവും. അപ്പോൾ ഈ സെക്കൻഡറി സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് റിയാൽ, ജർമ്മൻ വേർഡാണ് റിയാൽ എന്ന് പറയുമ്പോൾ, അത്രയും പ്രഗത്ഭര ആ മെടുക്കരായിരിക്കില്ല സെക്കൻഡറി സ്കൂൾ പോലെ. അവർ റിയാൽ ഇതിൽ പോയി കഴിഞ്ഞിട്ട് കൂടുതലും എന്തെങ്കിലും തൊഴിലൊക്കെ പഠിക്കുന്ന ഇതിലേക്ക് പോകും. പക്ഷേ എന്നേലും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വീണ്ടും ടെസ്റ്റ് എഴുതി വീണ്ടും കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോയി പഠിക്കാൻ സാധിക്കും. എപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇതിലോട്ട് പോയി നമ്മൾ ആ ഒരു സ്റ്റേജിൽ നമ്മളത്രയും മിടുക്ക് കാണിച്ചില്ലെങ്കിലും മറ്റേതിൽ പോയിട്ട് ബ്രിഡ്ജ് ചെയ്തിട്ട് അത് നമുക്ക് വീണ്ടും പോവാം. പാസ് റിലേ പ്രോഗ്രാം എന്നൊക്കെയാണ് അതിന് പറയണത്, ബ്രിഡ്ജ് ചെയ്യാം. അപ്പം 3 വർഷമാണ് സെക്കൻഡറി സ്കൂൾ. അപ്പം അത് കഴിഞ്ഞിട്ട് പലരും ചിലരെ എന്തെങ്കിലും കോഴ്സിന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഓഫീസ് വർക്കിൻ്റെ കോഴ്സുണ്ട്, അത് 3 വർഷവും. അവിടെ എല്ലാം പഠിപ്പിക്കും ഓഫീസ് വർക്ക്. അത് അങ്ങനെ ഒരു കോഴ്സ് എന്തെങ്കിലും ചെയ്യണമെന്ന് നല്ലതാണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ എല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ഇത് കിട്ടും. ചിലർ ഡയറക്റ്റ് പഠിക്കാനായിട്ട് തന്നെ പോകും. അപ്പോൾ പിന്നെ കൻറ്റോൺ ഷൂൾ എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷയിൽ ജിംനാസിയം എന്നും പറയും. അത് 4 വർഷം. അതിൽ ടെസ്റ്റുണ്ട്, പരീക്ഷയുണ്ട്. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാലാണ് ബാച്ചിലർ ഇതിൽ പോകുന്നത്. അപ്പോൾ 6, 3, 9, 4, 13 വർഷം. നമ്മുടെ ഇവിടുത്തെ +2 കഴിയുന്നതിന് അവിടെ 13, ഇവിടെ 12 വർഷമല്ലേ ഉള്ളൂ, അവിടെ 13 വർഷം എടുക്കും. പിന്നെ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് തന്നെ മിക്കവാറും 7 വയസ്സിനോട് അടുത്താണ്. അപ്പോൾ കുറച്ച് പ്രായത്തിൻ്റെ കുറച്ച് ഇത് വരും. പിന്നെ തിരക്കൊന്നുമില്ല സ്കൂളിൽ. ചെറിയ ക്ലാസ്സുകളിലൊന്നും വലിയ പഠിത്തമൊന്നുമില്ല, വലിയ പുസ്തകക്കെട്ടൊന്നുമില്ല. കൈയും വീശി പോയി വരാം പിള്ളേർക്ക്. ഈ കൻറ്റോൺ ഷൂളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിലും ഇതിലൊക്കെ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഐഡ്ഗനോസിഷ് ടെക്നീഷ്യ ഹോക്ക് ഷൂളി എന്ന് പറയും, ETH എന്ന് പറഞ്ഞാൽ ഇക്വാലൻ്റ് ടു IIT ആണ്. അതിലാണ് ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള ആളുകൾ പഠിക്കുന്നത്. ഇവിടെ ഐൻസ്റ്റൈനൊക്കെ അവിടെ പ്രൊഫസറായിട്ട് 1912 മുതൽ 14 വരെ അവിടെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പുള്ളി പഠിച്ചതും അവിടെ തന്നെയാണ്. അദ്ദേഹം ആറാവെന്ന് പറഞ്ഞൊരു പ്രവിശ്യയുണ്ട്, കൻറ്റോൺ. അവിടെയാണ് കൻറ്റോൺ ഷൂളിൽ പഠിച്ചത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന ETH അവിടെയാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. ഗ്രാജുവേറ്റ് ചെയ്യുകയും PhDക്ക് പ്രബന്ധം കൊടുത്തത് എല്ലാം അവിടെ തന്നെയാണ്. പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയാണ് അമേരിക്കയിൽ, പ്രിൻസ്റ്റൺ. അവിടെയൊക്കെ പോയി ഇത് ചെയ്ത് പിന്നെ വീണ്ടും 1912 വന്നിട്ട് 14 വരെ
ഹിൽ ETH പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊക്കെ നല്ല ഇതെല്ലാം പബ്ലിക് സെക്ടറാണ്, പ്രൈവറ്റ് സെക്ടറല്ല. പ്രൈവറ്റ് സെക്ടറിലുണ്ട് യൂണിവേഴ്സിറ്റികൾ, കോളേജുകളുമുണ്ട്. പക്ഷെ അതിലൊന്നും പിള്ളേർ ഇതിൽ പോകില്ല. കാരണം ഇതിൽ കാര്യമായ ഫീസൊന്നുമില്ല, വളരെ കുറഞ്ഞുള്ളൂ. കാരണം ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ ആണല്ലോ. അത് തന്നെയല്ല ഇതിൻ്റെയൊക്കെ ഒരു നിലവാരം, നല്ല നിലവാരവും. യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ഉണ്ട്, എൻ്റെ 2 മക്കളും അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അത് നമ്മളതിനെക്കുറിച്ചൊന്നും ചെറിയ നിസ്സാര ഫീസേ ഉള്ളൂ, വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം സ്റ്റേറ്റ് ഓൺഡാണ്. ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫിനാൻസ്ഡാണ്. നമ്മുടെ ഇവിടുത്തെ ഇതുണ്ടല്ലോ, എന്താ അതിന് പറയുന്നത്, എയ്ഡഡ്. പക്ഷെ അതിൻ്റെയൊക്കെ മാനേജ്മെൻ്റ് എല്ലാം നിലവാരമുള്ളതാണ്. ശുപാർശകളില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് തട്ടിപ്പോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. മെറിറ്റ് തന്നെയാണ് എല്ലാത്തിൻ്റെയും. പിന്നെ നമ്മുടെ ഇവിടെ പൊതുവേ കുട്ടികൾ പ്രായമാവുമ്പോൾ മെഡിസിന് വിടണം, എൻജിനീയറിങ്ങിന് വിടണം, ഇതൊക്കെയാണ് നല്ല ഇതിന് പോകണം എന്നൊക്കെയാണല്ലോ. ഞാനെൻ്റെ 2 മക്കളോടും ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും മെഡിസിന് പോകണോ, എൻജിനീയറിങ്ങൊക്കെ താല്പര്യമുള്ളത്. അവർക്ക് താല്പര്യമില്ല. ഇത് പല കുട്ടികളുടെ ഇതാണ്. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മകൻ ഒരു 25 വർഷം മുമ്പ് മെഡിസിന് ചേർന്നു. കാര്യമായ ടെസ്റ്റൊന്നുമില്ല, പഠിക്കാൻ കുട്ടികൾ കുറവാണ്. ഇപ്പോഴൊക്കെ കുറേ കൂടി ഇതായിട്ടുണ്ട്. ഇവിടുത്തെ പോലെ എന്താണ് നീറ്റ്, കിം, JM അങ്ങനെയുള്ള വലിയ ടെസ്റ്റുകളൊന്നുമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ഒരു മൈനറായിട്ടുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു എന്തോ വരുന്നത്. കാര്യമായ ടെസ്റ്റൊന്നുമില്ല. 400 കുട്ടികൾ മെഡിസിന് തുടങ്ങി. ഫസ്റ്റ് MB കഴിഞ്ഞപ്പോൾ 200 പേരെ ഇട്ടിട്ട് പോയി. അവർക്ക് താല്പര്യമില്ല. കാരണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമല്ലോ, താല്പര്യമില്ല. മറ്റ് ചിലർ ഇടയ്ക്ക് കുറച്ച് ജോലിക്ക് പോകും, പിന്നെ അത് നിർത്തിയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിക്കും. അല്ലാതെ ഡോക്ടറാവണം. ഇവിടെ കൂടുതലും പാരൻസാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ തിരിച്ചറിവായിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് പല കുട്ടികൾക്കും ഇവിടെ നന്നായിട്ട് അറിയാം. അവിടെ പാരൻസിന് ഒരു റോളുമില്ല. ഇത്തരം കാര്യം കുട്ടികളെ അടിക്കാൻ പാടില്ല, സ്കൂളിൽ വടിയില്ല. ഇവിടെ നമ്മുടെ എനിക്ക് തോന്നുന്നു കോടതി പോലും വടി ഉപയോഗിക്കാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് എന്നാണ് ഞാൻ ധരിച്ചേക്കുന്നത് കേട്ടോ. എന്നാളൊരു കേസിൻ്റെ വീതി ഓർമ്മയുണ്ടാവും. അവിടെ വടിയുടെ ഏർപ്പാടില്ല. വീട്ടിൽ വന്നിരുന്ന കാര്യമായിട്ട് താഴ്ന്ന ക്ലാസ്സുകളിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ഹോംവർക്കേ കൊടുക്കുള്ളൂ. അത് താഴ്ന്ന ക്ലാസ്സിലൊന്നുമില്ല. പ്രൈമറിയിൽ ഒക്കെ അവസാന വർഷങ്ങളിലുണ്ടാവും, അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂളിലുണ്ടാവും. ഇനി റിയൽ സ്കൂളെന്ന് പറയുന്നത് സ്കൂളിൽ പോണവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും തൊഴിൽ പഠിക്കാം. ഇപ്പോൾ 3 വർഷത്തെ കൽപ്പണി, അത് 3 വർഷത്തെ കോഴ്സാണ്. കാർപ്പൻറ്റർ, അത് 3 വർഷത്തെ കോഴ്സാണ്. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ബ്രിഡ്ജ് പ്രോഗ്രാം ചെയ്തിട്ട് അവർക്ക് തുടർന്ന് കോളേജിൽ പഠിക്കാം, +4 പഠിക്കാം, യൂണിവേഴ്സിറ്റി പഠിക്കാം. അങ്ങനത്തെ ഒരു ഉദാഹരണം എൻ്റെ മോളുടെ കൂടെ പഠിച്ച ഒരു ട്വിൻസ് ഉണ്ട്. അവർ 2 പേരും റിയാലിൽ ആണ് പോയത്. അവർക്ക് സെക്കൻഡറി പോകാൻ പറ്റിയില്ല. അതിൽ ഒരാളിന്ന് സൈക്കോളജിസ്റ്റാണ്, ഒരാൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. എപ്പോഴും ചാൻസസ് ഉണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ഒരു അയ്യോ ഞാൻ റിയാലിലായിപ്പോയി, എനിക്ക് അത് റിയാലിൽ പോണ പിള്ളേർ അത്ര അങ്ങനെ ഒരു ഫീലിങ്ങിൻ്റെ ഇതില്ല. അവർക്ക് കഴിവുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ മെയിൻ സ്ട്രീമിൽ അവർക്ക് വരാൻ പറ്റും. ഈ നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൻ്റെ. അപ്പോൾ ഈ രമേശ് ചെന്നിത്തലയാണല്ലോ ഈ ഓവർസീസ് കോൺഗ്രസിൻ്റെ സ്വിസ്സിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിൽ 2002 മറ്റോ വന്നത്. അപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് സ്വിറ്റ്സർലൻഡിനെ പറ്റി അറിയാം. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. 2014, 15, 16 ആ കാലഘട്ടത്തിലൊക്കെ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അപ്പോൾ ഇവിടെ ഈ നിയമവാഴ്ച എന്ന് ഇപ്പോൾ നമ്മുടെ റോഡ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ റോഡിൽ നിയമം എല്ലാവരും പാലിക്കുക, അതുപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ വളരെ നന്നായിട്ട് മനുഷ്യരോട് പെരുമാറുക. ഇപ്പോൾ തന്നെ എത്രയോ ഇപ്പം എനിക്കറിയാം ഇവിടെ പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യത്തില്ല. വലിയ ക്രൈം ചെന്ന് റിപ്പോർട്ട് ചെയ്താലും ശരി അവർ രജിസ്റ്റർ ചെയ്യത്തില്ല. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സ്വാധീനമുള്ള ആരെങ്കിലും രാഷ്ട്രീയക്കാരൻ വിളിച്ച് പറയുകയോ
ശുപാർശയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ FIR വരെ ഇന്ന് എറണാകുളം കൊച്ചിയിൽ സിറ്റിയിൽ പോലും രജിസ്റ്റർ ചെയ്യത്തുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 2002 ചിലപ്പോൾ അതിന് മുമ്പും വന്നിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ്, അവിടെയൊക്കെ കണ്ട് പഠിച്ചിട്ടുള്ള ഒരു ആദ്യമായിട്ട് വന്നതാണ്. ഓക്കെ, 2002 ആദ്യമാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി നേരത്തെ ആയിരുന്നു ഇപ്പോഴുമാണ് അങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും കേരളത്തിൽ പുള്ളി വലിയ സീനിയറായിട്ടുള്ള മന്ത്രിയാണല്ലോ നടപ്പാക്കാത്ത? രമേശ് ജി എനിക്ക് തോന്നുന്നത് നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിട്ടില്ല. പുള്ളി ഗ്രാമവികസന വകുപ്പിലാണ് 26 വയസ്സിലോ 28 വയസ്സിലോ മറ്റോ കരുണാകരൻ മന്ത്രിസഭയിൽ ആദ്യം മന്ത്രിയാകുമ്പോൾ വേറെ വകുപ്പായിരുന്നു പുള്ളി ആയിരുന്നു. ആഭ്യന്തരം ഇല്ല, 2014, 15, 16 ആഭ്യന്തരമന്ത്രി തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ ഈ കഴിഞ്ഞിട്ടേ. അത് ശ്രീ തിരുവഞ്ചൂർ റീപ്ലേസ് ചെയ്തത്. കറക്റ്റ്. ഓക്കെ. അതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളവിടെ പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ മിക്കവാറും എല്ലാവരും പുള്ളിയുടെ പരിചയക്കാരാണ് പലരും. അപ്പോൾ സാറെന്നിവിടെ ഇതിപ്പോൾ ആദ്യമായിട്ടാണോ? ഇല്ല, ഞാൻ 1975 വന്നിട്ടുണ്ട്. അത് ILOയുടെ ഒരു കോൺഫറൻസിന് വന്നതാണ്, സെമിനാറിന് വന്നതാണ്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ജനീവയിൽ. പുള്ളി അന്ന് ഇവിടെ ഈ ട്രേഡ് യൂണിയൻ്റെയൊക്കെ ഭാരവാഹിത്വമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും കാറിലൊക്കെ യാത്ര ചെയ്യുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യണ വീട്ടിലും പറയും. ഇങ്ങനെയൊക്കെ വന്ന് കണ്ടിട്ട് നാട്ടിലെ റോഡുകളും നാട്ടിലെ കാര്യങ്ങളുമൊക്കെ അത്ര ഇപ്പോൾ അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരുന്നു, ധനമന്ത്രിയായിരുന്നു, പല പോസ്റ്റുകളും വഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും നാട്ടിലിതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നേക്കണവർ പുള്ളീനെ മാത്രമല്ല പൊതുവെ അങ്ങനെ ശ്രമിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊരു ഭംഗിയായിട്ടുള്ളൊരു ചിരിയായിരുന്നു അതിന് മറുപടി. ശ്രീ പിണറായി വിജയൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. സഖാവ് EK നായനാർ പുള്ളിയും വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പുള്ളി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വയലാർജി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, വയലാർജി 10 വർഷം ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററായിരുന്നു. എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും വരികയും കാണുകയും ഇത് സംഗതികളൊക്കെ എല്ലാം അറിയാം. പിന്നെ ഒരാൾ വിചാരിച്ചാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ സാമ്പത്തിക നിലയും നമ്മുടെ മറ്റ് സെറ്റപ്പുകളൊക്കെ ശരിയാവാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാറിനൊന്നും അല്ലെങ്കിൽ വയലാർജിക്കൊക്കെ ആവശ്യമില്ലാഞ്ഞിട്ട് അതിന് താല്പര്യമില്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ കരുതണില്ല. പക്ഷേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ കണ്ടിട്ട് ഈ സ്വിറ്റ്സർലൻഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്വിസ് ചോക്ലേറ്റ്, അതുപോലെ സ്വിസ് വാച്ച്, അതുപോലെ സ്വിസ് ബാങ്ക്, അതുപോലെ സ്വിസ് ജുവലറി, ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും അധികം ജുവലറി ഉണ്ടാക്കുന്ന അവിടെയാണ്. ചോക്ലേറ്റുകളുടെ ഒരു നല്ല ക്വാളിറ്റി ഫേമസ് ആണ്. സ്വിസ് ബാങ്കുകൾ, ലോകത്തിലെ ഈ കള്ളന്മാരായ രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, അവർ കള്ളപ്പണം സൂക്ഷിക്കുന്ന ഒരു പ്രധാന സ്ഥലം പണ്ട് സ്വിസ് ബാങ്ക് ആണെന്ന് പറയാറുണ്ടായിരുന്നു. പിന്നീടാണ് സിംഗപ്പൂരും ദുബായും അമേരിക്കയും UK-യും സെൻറ്റ് കിറ്റ്സ് പോലെ ഐലൻഡുകളും അങ്ങനെ മൗറീഷ്യസ് ഒക്കെ പിന്നീടായതാണ്. ആദ്യകാലത്ത് സ്വിസ് ബാങ്ക് ആയിരുന്നു ഈ കള്ള രാഷ്ട്രീയക്കാരുടെ, അഴിമതിക്കാരുടെ ഒരു ആശാകേന്ദ്രം. അപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയക്കാർ ഈ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അവിടെ പല പ്രാവശ്യം വരുന്നിട്ടുള്ളതും മുഖ്യമന്ത്രിമാരൊക്കെ വന്നിട്ടുള്ളതൊക്കെ സ്വിസ് ബാങ്ക് അവിടെ ഉള്ളത് കൊണ്ട് ആണോ, അതോ അവിടുത്തെ നല്ല കാര്യങ്ങൾ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ വെറുതെ ഒരു സർക്കാർ ചെലവിൽ നാട് കണ്ട് കളയാം എന്ന് കരുതിയാണോ? അതിൽ ഈ രമേശ് ചെന്നിത്തല അദ്ദേഹം അവിടെ വന്നത് ഒരു ഒഫീഷ്യൽ വിസിറ്റിൻ്റെ ഭാഗമായിട്ടാണ്. പുള്ളി MP ആയിരുന്നപ്പോൾ ഒരു ഇൻ്റർ പാർലമെൻ്ററി കോൺഫറൻസിന് വേണ്ടിയിട്ട് ബുർക്കിനോ ഫാസോയിൽ പോയതാണ്. അങ്ങോട്ട് പോയപ്പോൾ അന്ന് സ്പീക്കർ അന്തരിച്ച ശ്രീ ബാലയോഗിയായിരുന്നു. 6 MP-മാരും രാജ്യസഭാ സെക്രട്ടറി ജനറൽ, പിന്നെ 2-3 IAS-കാർ വേറെ, 10 പേര്. അപ്പോൾ അതിന് മുമ്പ് പോണതിന് കുറച്ച് മുമ്പ് ഞാനിവിടെ വെച്ച് പുള്ളിയായിട്ട് കണ്ടിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ട്രിപ്പുണ്ട് ബുർക്കിനോ ഫാസോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ബുർക്കിനോ ഫാസോ, ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. ഞങ്ങൾ പോകേണ്ടത്. പക്ഷേ ഞങ്ങൾ ആംസ്റ്റർഡാം വഴിയാണ് പോകുന്നതും വരുന്നത്. ഞാനതൊന്ന് തിരിച്ചു വരുമ്പോൾ സ്വിസ് വഴി ഒന്ന് റൂട്ട് ചെയ്യാൻ നോക്കട്ടെ എന്നത്. ശരി എന്നത് ഞാൻ പിന്നെ കാര്യമേ വിട്ടു.
ഒരു ദിവസം പുള്ളി ആംസ്റ്റർഡാമിൽ നിന്ന് തന്നെ വിളിച്ചു. ഞങ്ങളിങ്ങനെ ബുർക്കിനോ ഫാസോയിലേക്ക് പോവാണ്, തിരിച്ചു വരുമ്പോൾ അത് സൂറിച്ച് വഴി ആക്കിയിട്ടില്ല, ജോർ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്ന് കാണാനുള്ള ഇതിനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടുന്ന് ബുർക്കിനോ ഫാസോ കഴിഞ്ഞിട്ട് പുള്ളി സൂറിച്ചിൽ വന്നു. അപ്പോൾ എംബസി അവർക്കുള്ള പാർലമെൻ്ററി ഡെലിഗേഷനാണല്ലോ, എംബസി അവർക്കുള്ള കാറും 2 വണ്ടി, ഒരു അറ്റാഷനെ അവർ കൊണ്ടുനടക്കാരും ഡ്രൈവർമാരെയൊക്കെ എഴുതിയാണ് അവിടെ. അപ്പോൾ സൂറിച്ചിൽ ഹിൽട്ടൺ ഹോട്ടലിലാണ് ഇത് ആവശ്യം. അപ്പോൾ പുള്ളി പറഞ്ഞു, അറ്റാഷയോട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ആളുണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, കാറും ഡ്രൈവറും മതിയാക്കും, ബാക്കി ആരെയൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം പറഞ്ഞു. അയാളെ പറഞ്ഞു വിട്ടു നോർത്ത് ഇന്ത്യ. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി, അപ്പോൾ അതൊരു ഒഫീഷ്യൽ വിസിറ്റാണ്. ശ്രീ ബാലയോഗി അത് കഴിഞ്ഞ് നേരെ സൂറിച്ചല്ലേ അവിടുത്തെ സ്വിസ് ബാങ്കുകളുടെ ഒരു കേന്ദ്രം. അതെ അതെ അത് പക്ഷെ അവർ വേറെ അവരെവിടെയൊക്കെ പോയെന്നുള്ളതൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ വന്നപ്പോൾ തുടങ്ങി തിരിച്ച് സൂറിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നവരെ ഞാൻ കൂടെയുണ്ട്, അവരുടെ കൂടെയുണ്ട്. അവർ വേറെ അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. അവർ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വെള്ളച്ചാട്ടം വാട്ടർഫോൾ അവിടെ സൂറിച്ചിനടുത്താണ്, ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ പോയി സൂറിച്ച് സിറ്റിയൊക്കെ കറങ്ങി. അങ്ങനെ അവർ 2-3 ദിവസം നിന്നിട്ട് അവർ തിരിച്ച് ഡൽഹിക്ക് പോകുന്നു. അപ്പോൾ അതൊരു ഒഫീഷ്യൽ വിസിറ്റാണ്. വയലാർജി 2 പ്രാവശ്യം വന്നതും ഒഫീഷ്യലാണ്. വയലാർജി പിന്നെ ഇവരൊക്കെ വരുമ്പോൾ അവരുടെ യാത്രകളും കാര്യങ്ങളും എല്ലാം താമസമൊക്കെ നോക്കുന്നത് എംബസിയാണ്, എംബസിയുടെ ആളുണ്ടാവും. വയലാർജി 2 പ്രാവശ്യം വന്ന് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി സാറ് വന്നപ്പോഴും ആദ്യത്തെ വിസിറ്റ്, ഞങ്ങളുള്ളപ്പോഴുള്ള ആദ്യത്തെ വിസിറ്റല്ല, ആദ്യം വന്നത് ILOൻ്റെ മീറ്റിങ്ങിന് വന്നപ്പോഴും അതൊരു ഒഫീഷ്യൽ അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. രണ്ടാമത് വന്നപ്പോൾ എല്ലാ വർഷവും ജനുവരിയിൽ ഡാവോസിൽ വേൾഡ് ഇക്കണോമിക് ഫോറം ഉണ്ട്. അന്ന് പുള്ളി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അതിന് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതാണ്. അപ്പോഴും അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് വന്നതാണ്. അപ്പോൾ അവരെല്ലാം ആ ഒഫീഷ്യൽ വിസിറ്റ് കഴിഞ്ഞാൽ വേറെ ഉമ്മൻചാണ്ടി സാറ് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ആദ്യമേ പറയും, സ്ഥലങ്ങൾ കാണാൻ താല്പര്യമില്ല, ആളുകളെ കാണാനേ താല്പര്യമുള്ളൂ. അങ്ങനെയാണ്, അല്ലാതെ വേറെ മറ്റു തരത്തിലുള്ള ഇതൊന്നും കറക്കമൊന്നുമില്ല അവർക്ക്. ഈ മന്ത്രിമാരുടെ ഒരു ക്വാളിറ്റി, ഇപ്പം കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു മന്ത്രി കേരളം എന്ന് എഴുതാൻ അറിയാത്ത ഒരു മന്ത്രി എന്നൊക്കെയുള്ളൊരു ആക്ഷേപം വരുന്നുണ്ട്. മന്ത്രിക്ക് കേരളം എന്ന് എഴുതാൻ അറിഞ്ഞുകൂടാ. കോഴ്സ് കേരളം എന്ന് എഴുതാൻ അറിയാത്തത് ഒരു നല്ല കാര്യമാണോ എന്നുള്ള അദ്ദേഹം ആദ്യം മന്ത്രിയായതല്ല, പല പ്രാവശ്യം മന്ത്രിയാവുകയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തന്നെ മന്ത്രി ഇപ്പോഴും നേരത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് എന്താണേലും കുറച്ച് അറിവ് ഉണ്ടാകേണ്ട ഒരു ഇതാണ്. പിന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിലും അതുപോലെ മന്ത്രിയാണല്ലോ. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ മന്ത്രിമാർ നമ്മുടെ ഇവിടുത്തെ പോലെ ഈ എന്താ പറയുക, നിയമസഭയ്ക്കകത്തും നിയമലംഘനം നടത്തുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയ്ക്കകത്ത് അവിടുത്തെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതും കമ്പ്യൂട്ടറൊക്കെ നശിപ്പിക്കുന്നതും അത് മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ ഒരു ഗുണ്ട സ്റ്റൈലിൽ നിയമസഭയ്ക്കകത്ത് നടക്കുന്നു. EP ജയരാജൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയും അതുപോലെ തന്നെ കസേര മറിച്ചിടുന്ന സ്പീക്കറുടെ അങ്ങനത്തെ പരിപാടികൾ, അദ്ദേഹം മന്ത്രിയായിരുന്നു. ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ചെയ്യുന്നത്, ബാക്കി പലരും. അപ്പോൾ മന്ത്രി ഈ കേസൊക്കെ ഉണ്ടെങ്കിൽ ശരി, ഇവിടുത്തെ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടി സർഗുണ സമ്പന്നരാണ് എന്നുള്ള മട്ടിലാണ് ഇവരുടെ മന്ത്രിമാരിലൊക്കെ മോഡലാണല്ലോ. പിന്നെ എഴുതാനും വായിക്കാനും അറിയാത്ത സ്റ്റൈല് മന്ത്രിമാർ, അക്രമം നിയമസഭയിൽ തന്നെ കാണിക്കുന്ന മന്ത്രിമാർ ഒക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി. സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയാണ് അവിടുത്തെ മന്ത്രിമാരുടെ ഒരു വിവരവും വിജ്ഞാനവും വിശേഷങ്ങളും ഒക്കെ? സ്വിസ്സിലൊരു പ്രത്യേകത, രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിലും ഇവിടുത്തെ പോലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ല. ഇതൊരു ന്യൂട്രൽ കൺട്രിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, മറ്റേ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഇതിൻ്റെ പീസ് ടോക്സ് ജനുവയിൽ വെച്ച് നടത്താനായിട്ട് അവർ ന്യൂട്രൽ കൺട്രിയാണ്. ഒരു രാഷ്ട്രീയത്തോടും പ്രത്യേകമായ മമതയൊന്നും അവർക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, നേരത്തെ ഈ കള്ളപ്പണമൊക്കെ പലരും, ഞാൻ ആ ടോപ്പിക്കിലേക്ക് വന്നില്ല, അതൊന്ന് സൂചിപ്പിച്ചേക്കാം.
ഞാനവിടെ ചെല്ലുന്ന സമയത്ത് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു 80കളിൽ. ഈ അമിതാഭ് ബച്ചൻ്റെ സഹോദരൻ അജിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളി അന്ന് ഈ ബോഫോഴ്സ് കഴിഞ്ഞിടയ്ക്കാണല്ലോ. അദ്ദേഹം സ്വിസ്സിൽ താമസിക്കാനായിട്ട് ജനീവ സൈഡിലാണ് താമസിക്കാനായിട്ട് റെസിഡൻറ്റ് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. അത് സ്വിസ് ഗവൺമെൻറ് റെഫ്യൂസ് ചെയ്തു. അതിന് കാരണം ഈ ബോഫോഴ്സ് അന്ന് കത്തിയിരിക്കുന്ന സമയമാണ്. നമ്മുടെ കെ മാധവൻ ഒക്കെ സ്ഥിരം ജനീവയിൽ അന്വേഷണത്തിന് പോണ സമയമാണ്. അപ്പോൾ അവർ ആ പണം നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് ത്രൂ ബാങ്കിങ് ചാനലിലൂടെ വരണം പണം. നമുക്ക് സ്വിസ്സിൽ വീട് മേടിക്കുകയും അവിടെ താമസിക്കുകയോ ഒക്കെ ചെയ്യാൻ അവർ അനുവദിക്കും. നല്ലൊരു എമൗണ്ട് വേണമെന്ന് മാത്രം അവരതിനെ അനുവദിക്കും. അപ്പോൾ അജിതാഭ് ബച്ചന് പണമുണ്ട്, കാരണം അമിതാഭ് ബച്ചൻ്റെ സഹോദരനാണ്, അവർക്ക് പണമുണ്ട്. പക്ഷേ അജിതാഭ് ബച്ചൻ്റെ റിക്വസ്റ്റ് അവർ ഡിക്ലൈൻ ചെയ്തു. അതിൻ്റെ കാരണം ഈ ബോഫോഴ്സിൻ്റെ ഇതിൽ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഔട്ട്റൈറ്റായിട്ട് അവർ റിജക്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ശ്രീ രാജീവ് ഗാന്ധി അന്തരിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഇല്ലസ്ട്രേറ്റ് വീക്കിലി ഉണ്ടായിരുന്നില്ലേ എന്ന് പറയും പോലെ അവിടെ സ്വിസ് ഇല്ലസ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു മാഗസിനുണ്ട്. മാഗസിനാണോ വീക്കിലി ആണോ അത് കൃത്യം എനിക്കറിയില്ല. അതിലൊരു ആർട്ടിക്കിൾ വന്നു. അത് എഴുതിയത് മക്കിൻസി എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ ധനകാര്യ സ്ഥാപനമുണ്ട്. മക്കിൻസിനെ കോട്ട് ചെയ്തിട്ടാണ് അത് എഴുതിയേക്കുന്നത്. അതിൽ രാജീവ് ഗാന്ധിയുടെ പേരിൽ 250 കോടി രൂപ സ്വിസ് ബാങ്ക്, അതിന് തുല്യമായിട്ടുള്ള വിദേശ നാണ്യം സ്വിസ് ബാങ്കിൽ ഉണ്ടെന്നുള്ളതാണ് അതിൽ ക്ലിയറായിട്ട് ഫോട്ടോയിൽ അടിയിൽ 250 കോടി. പിന്നെ അതിലുള്ളവരെല്ലാവരും വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈദി അമീൻ, നിക്കോളായ് ചൗഷസ്കി, മറ്റേ ഫിലിപ്പൈൻസിലെ ഫെർഡിനാൻഡ് മാർക്കോസ്, എല്ലാം വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ് എല്ലാവരും. അവരൊക്കെ ഈ ആരോപണം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കതിലൊരു വിഷമം തോന്നി. അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ചു എന്നുള്ളൊരു കൺസെപ്റ്റാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ഞാനിത് വെട്ടിയെടുത്തിട്ട് ഇത് സോണിയാജിക്ക് അയച്ചു കൊടുത്തു, ശ്രീമതി സോണിയാഗാന്ധി. ഞാനൊരു റിക്വസ്റ്റ് വെച്ചു, ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. അത് നമ്മുടെ വിഷയമല്ല. അത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒന്നുകിൽ ഡൽഹിയിൽ അല്ലെങ്കിൽ ജനീവയിൽ അല്ലെങ്കിൽ ഇത് മക്കിൻസി അമേരിക്കയിലാണ്, അവിടെ ന്യൂയോർക്കിലോ എവിടെ വാഷിങ്ടൺ എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് ഡിലേ ചെയ്യണമെന്നും പറഞ്ഞു ഒരു കുറിപ്പോട് കൂടിയാണ് ഇത് അയച്ചു കൊടുത്തത്. അപ്പോൾ മാഡം അതിന് ഒരു മറുപടി എഴുതി. അത് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് വേണ്ടത് ചെയ്തോളാം. പക്ഷെ ഇന്ന് വരെ ഞാൻ എവിടെയെങ്കിലും ഒരു പക്ഷേ ഡിനൈ ചെയ്തിട്ടുണ്ടാവാം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം. ഈ ഇപ്പോൾ ഫെർഡിനാൻഡ് മാർക്കോസിൻ്റെ ഒരു 800 കോടി രൂപ $800 കോടി മറ്റോ സ്വിസ്സിലുണ്ടായിരുന്നു അങ്ങേര് മരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ ഒരുപാട് ചീത്തപ്പേരുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പണം സ്വിസ് ബാങ്കുകളിൽ വന്നു. അന്നൊന്നും ഇത്രയും ത്രൂ ബാങ്കിങ് ചാനൽ വരണം, അതും ഇത്രയും വലിയ ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഒന്നും അന്ന് ഇവർ ഇൻസിസ്റ്റ് ചെയ്യില്ലായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരുപാട് ചീത്തപ്പേരുണ്ടായി. ഇവർ ഈ പണമൊന്നും തൊടില്ല, ഇവർ ഈ പണമൊന്നും ഇത് ചെയ്യില്ല. അതാണ് കാരണം സ്വിസ്സിന് അല്ലെങ്കിൽ തന്നെ വളരെ റിച്ചായിട്ടൊരു രാജ്യമാണ്. അവരുടെ ഇഷ്ടംപോലെ പണമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ആയാലും വാച്ചായാലും പശുക്കളെ വളർത്തുന്ന പാലിൻ്റെ ഇതിൽ നിന്നായാലും ടൂറിസം ആയാലും അങ്ങനെ അവർക്ക് ഒരുപാട് ഇൻകമുണ്ട്. ഒരുപാട് ജനസംഖ്യ കുറവല്ലേ, ഇപ്പോൾ 9 മില്യണേ ഉള്ളൂ ഏകദേശം, അന്ന് അതിലൊക്കെ കുറവായിരുന്നു. അപ്പോൾ കേരളത്തിന് വലിപ്പമുള്ള ഒരു രാജ്യം. നമുക്കിവിടെ അവിടുത്തെ ജനസംഖ്യയുടെ 4 ഇരട്ടിയോളം ഉണ്ട് ഇവിടെ ജനസംഖ്യ. എൻ്റെ അഭിപ്രായത്തിൽ ജനസംഖ്യയാണ് നമ്മുടെ പല അമ്യൂണിറ്റീസും ജനങ്ങൾക്ക് കിട്ടേണ്ട പല ഇതിനും അതെങ്ങനെ ഇത്രയും ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയല്ലേ.
അതും ഒരു കാരണമുണ്ട്. കാര്യം ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യവിഭവശേഷിയാണെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമെങ്കിലും ബേസിക് അമ്യൂണിറ്റീസൊക്കെ കിട്ടുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അതുമൂലം ജനസംഖ്യ കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സ്വിസ് ബാങ്കുകൾ ബാങ്കിങ് ചാനലിലേക്ക് കൂടി വരുന്ന ഡെപ്പോസിറ്റ്സ് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയായിരുന്നു.